ശ്രീ എം ലിജു, എന്താണ് ഇന്നത്തെ ആശ്വാസമായി ലീഗ് വായിച്ചെടുക്കുന്നത് ഈ കോടതി നടപടിക്രമങ്ങളിൽ നിന്ന്? വേണു, എനിക്ക് കുറച്ച് സമയം തരണം. അത് മാത്രമല്ല, ഇന്നത്തെ കോർട്ട് പ്രൊസീഡിങ്സ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ട് കാര്യങ്ങൾ ആശ്വാസം പകരുന്നുവെന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന്, ഗവൺമെൻറ്റിന് നോട്ടീസ് നൽകി അതിന് മറുപടി നൽകാൻ വേണ്ടി സർക്കാർ 4 ആഴ്ച ആവശ്യപ്പെട്ടപ്പോൾ ഏപ്രിൽ 9 തന്നെ ഗവൺമെൻറ്റിനോട് മറുപടി നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, അത് ഈ കാര്യം ഒന്ന് കേൾക്കണം. വെൻ ജയസിംഗ് ഇൻസിസ്റ്റ് ദാറ്റ്, ഇന്ദിരാ ജയസിംഗ് പറഞ്ഞ കാര്യമാണ്, ഇൻസിസ്റ്റ് ദാറ്റ് ദ കോർട്ട് ക്ലാരിഫൈ ഇൻ ഇറ്റ്സ് ഓർഡർ ദാറ്റ് എനി സിറ്റിസൺഷിപ്പ് ഗ്രാൻഡഡ് ഇൻ ദ മീൻ ടൈം വിൽ ബി സബ്ജക്റ്റഡ് ടു ദ ഔട്ട്കം ഓഫ് പെറ്റീഷൻസ്. ഇന്ദിരാ ജയസിംഗ് പറഞ്ഞു ഒരു സിറ്റിസൺഷിപ്പും ഈ ഒരു വിധിക്ക് അനുസൃതമായി മാത്രമേ സിറ്റിസൺഷിപ്പ് നൽകാവൂ എന്നൊരു ആർഗ്യുമെൻറ്റ് മുന്നോട്ട് വെച്ചപ്പോൾ ചീഫ് ജസ്റ്റിസിൻ്റെ പരാമർശമാണ്. Chief Justice pointed out that the government did not have neither the infrastructure nor the committees for processing citizenship applications in the place. ഗവൺമെൻറ്റിന് ഇത് പറഞ്ഞപ്പോൾ ഇന്ദിരാ ജയസിംഗിനോട് കോടതി തന്നെ ചോദിക്കുകയാണെങ്കിൽ ഇത് പ്രോസസ്സ് ചെയ്യാൻ ഇവർക്കൊരു സിസ്റ്റം ഇല്ല, ഇതൊരു കമ്മിറ്റിയും ഇല്ല, പിന്നെ എങ്ങനെ സിറ്റിസൺഷിപ്പ് കൊടുക്കും? അപ്പോൾ കപിൽ സിബലിൻ്റെ മുസ്ലിം ലീഗ് അഭിഭാഷകൻ കപിൽ സിബൽ പറയുകയാണ്, ദ കപിൽ സിബൽ സജസ്റ്റ് ദ മോമെൻറ്റ് സംതിങ് ലൈക്ക് ദിസ് ഹാപ്പൻസ് ഗീവ് അസ് ലിബർട്ടി ടു മൂവ് ഹിയർ. ഇപ്പോൾ കപിൽ സിബൽ പറഞ്ഞു, ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കോടതിയെ സമീപിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകണം. അപ്പോൾ ചീഫ് ജസ്റ്റിസിൻ്റെ മറുപടിയാണ് വി ആർ ഹിയർ. അതിനെയാണ് ലീഗ് പറഞ്ഞത്. അതായത് കോടതിക്ക് മുമ്പാകെ സിറ്റിസൺഷിപ്പ് ഈ കാര്യങ്ങളൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ ആത്യന്തികമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ ലിജു, ഇപ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പ് ഘട്ടമാണ്. ആ ഘട്ടത്തെ മുൻനിർത്തിക്കൊണ്ട് ഇപ്പോൾ കപിൽ സിബലും ഒക്കെ പറയുന്നത് പോലെയാണെങ്കിൽ റമദാൻ നോമ്പ് തുടങ്ങുന്ന അന്നാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം സുവ്യക്തമാണ് അവരെന്ത് സന്ദേശം നൽകുന്നുവെന്ന്. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് അല്ലെങ്കിൽ ഈ ജൂൺ 4 ജനവിധിക്ക് മുൻപ് ഇത്രയും ആളുകൾക്ക് കൃത്യമായി BJP അർഹരെന്ന് കരുതുന്ന കൂട്ടർക്ക് പൗരത്വം കൊടുക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നൊന്നും തെളിയിക്കാനല്ല അവരുടെ ശ്രമം. വിഷയം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക, എങ്ങനെ ഈ സമൂഹത്തെ വിഭജിതമായ ഒരു മനസ്സിൻ്റെ ഉടമകളാക്കി മാറ്റിക്കൊണ്ട് രാഷ്ട്രീയ നേട്ടം കൊയ്യാം, ഇതാണല്ലോ ഉദ്ദേശിക്കുന്നത്, അല്ലേ? അല്ലാത്തൊരു ആത്മാർത്ഥമാണെങ്കിൽ 2019 ശേഷം 4 കൊല്ലവും 3 മാസവും എടുക്കില്ലല്ലോ ഉണർവ് വരാൻ. അപ്പോൾ അതല്ല പ്രശ്നം, ഈ ആശങ്കയാണ്. അപ്പോൾ നിങ്ങൾ പറയുകയാണ് ഇല്ല, ഈ ത്രിതല സംവിധാനമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന്. ലിജു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങേക്ക് തിരുത്താൻ, 2019 സുപ്രീം കോടതിയുടെ തന്നെ മേൽനോട്ടത്തിൽ വി ആർ ഹിയർ എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ മേൽനോട്ടത്തിലാണ് ഈ NRC ആസാമിൽ നടന്നത്, അല്ലേ? 20 ലക്ഷം പേർ ഇപ്പോഴും പുറത്ത്, അതിലേതാണ്ട് 18 ലക്ഷത്തോളം പേർ ഈ ഹിന്ദുക്കളെന്ന് പറയുന്ന വിഭാഗമാണെന്നും പറയുന്നു. ആശങ്കയ്ക്ക് ഒരറുതിയും അവിടെ വന്നിട്ടില്ല. അപ്പോൾ 3 മാസമല്ല, 2019 മുതലുള്ള ഈ പറയുന്ന 5 വർഷവും ആസാമിനെ സംബന്ധിച്ച് ആശങ്കയുടെ വർഷങ്ങളാണ്, അല്ലേ? ഈ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴും അവിടെ ആളുകൾ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുകയുണ്ടായി. അപ്പോൾ ഇതൊരു വൈകാരിക പ്രശ്നമാണ്, ഇത് സാമൂഹ്യമായ അരക്ഷിതാവസ്ഥയുടെ പ്രശ്നമാണ്, അതിജീവനത്തിൻ്റെ പ്രശ്നമാണ്. അവിടെ ഇന്ന് ആർക്ക് മേൽക്കൈ കിട്ടിയിരിക്കുന്നു എന്നത് രാഷ്ട്രീയ ചോദ്യമാണ്. അതല്ലാതെ ഈ വെർബാറ്റം വായിച്ചിട്ട് എന്ത് കാര്യം ലിജു? അല്ല വേണു, വേണുവും ഞാൻ സംസാരിക്കുന്നത് എന്താണെന്ന് നമുക്ക് രണ്ടുപേർക്കും കൃത്യമായിട്ട് അറിയാം. നമ്മളിതിൻ്റെ രാഷ്ട്രീയമല്ല സംസാരിച്ചത്. രാഷ്ട്രീയം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ CAA അമെൻമെൻറ്റ് ഈ സമയത്ത് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് പ്രഖ്യാപിച്ചത് ആസൂത്രിതമായ വർഗീയ വിഭജനം സൃഷ്ടിക്കാനാണെന്ന് അറിയാൻ വയ്യാത്തവരായി ഈ രാജ്യത്ത് ആരും തന്നെ ഇല്ല. അതിന് ഈ രാജ്യം മുഴുവൻ അതിനെ എതിർക്കുകയാണ്, അതിശക്തമായി എതിർക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യ മുന്നണിയുടെ റാലിയിൽ രാഹുൽ ഗാന്ധി അസന്നിഗ്ധമായി പറഞ്ഞതുപോലെ തന്നെ ഇത് അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ടതാണ്. അത് ഒരു തരത്തിലും രാജ്യത്തിന് ആശ്വാസം. ഒറ്റ കാര്യം ലിജു, അല്ല അങ്ങ് തന്നെ പറഞ്ഞോളൂ. നാളെ മുതൽ ഈ പ്രധാനമന്ത്രി നാടൊട്ടൊക്കെ എന്താണ് പറയാൻ പോകുന്നത്? ഈ പറയുന്ന ഇലക്ട്രൽ ബോർഡിന്റെ കാര്യത്തിൽ കൃഷ്ണനും കുചേലനും അവതരിപ്പിച്ചുവെങ്കിൽ ഈ കാര്യത്തിൽ എന്തായിരിക്കും പ്രധാനമന്ത്രി പറയാൻ പോകുന്നത്? കോടതി കൂടെ ഉണ്ടെന്നാണ്. അമിത്ഷാ എന്താണ് പറയാൻ പോകുന്നത്? കോടതി കൂടെ ഉണ്ടെന്നാണ്. TP ജയചന്ദ്രൻ മാഷ് ഇപ്പോൾ തന്നെ ആ രൂപത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞു. അങ്ങേക്ക് തുടരാം. അല്ല, ഞാനതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ അല്ല ഞാനതിനെ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, എന്താണ് ലീഗ് എന്ന് പറയുന്ന ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം? കാരണം സാധാരണ ഇത് ലീഗിനെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ഏറ്റവും ബഹുമാനം നൽകുന്ന ഒരു ഘടകം, ഒരിക്കലും നമ്മുടെ രാജ്യത്ത് വർഗീയ വിഭജനത്തിന് ഇന്ധനം പകരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല ലീഗ്.
ലീഗ് ഇന്ത്യയിലെ തന്നെ മതന്യൂനപക്ഷങ്ങളിൽ ഏറ്റവും വിശ്വാസമുള്ളൊരു പാർട്ടിയാണ്. ബാബറി മസ്ജിദിൻ്റെ തകർച്ചയുടെ കാലഘട്ടത്തിൽ രാജ്യത്ത് വർഗീയ കലാപങ്ങളും വർഗീയ വിഭജനത്തിനും വേണ്ടി ആസൂത്രിതമായ ശ്രമത്തിന് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ തീവ്ര നിലപാടെടുത്തവർ ശ്രമിച്ചപ്പോഴും ലീഗ് സമചിത്തതയുള്ളൊരു നിലപാടാണ് എടുത്തത്. ഇന്നിപ്പോൾ സുപ്രീം കോടതി ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് CA നിയമം സ്റ്റേ ചെയ്തിരുന്നെങ്കിൽ അതായിരുന്നു ഏറ്റവും ഉത്തമമായ കാര്യമെന്ന് ആർക്ക് സംശയമൊന്നും തന്നെ ഇല്ല. പക്ഷേ അങ്ങനെ ചെയ്തില്ല, ഇത്തരം പരാമർശം നടത്തി എന്നതുകൊണ്ട് ലീഗ് അതിൻ്റെ പോസിറ്റീവായ ഒരു വശം എടുത്തു കാണിച്ചു എന്നതിനെ നമുക്കൊരിക്കലും തെറ്റിക്കാൻ പറ്റുന്ന ഒന്നല്ല. അതിനു പകരം സുപ്രീം കോടതി വിശ്വാസം നഷ്ടപ്പെട്ടു. രാജ്യം ഇന്നത്തെ ദിവസം പ്രതീക്ഷിച്ചിരുന്ന മറ്റൊരു വിധിയാണ് ഇന്ത്യൻ മതന്യൂനപക്ഷങ്ങൾക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് എന്ന് പറഞ്ഞ് മതന്യൂനപക്ഷങ്ങളുടെ മനസ്സിൽ ആശങ്കയുടെ കനൽ കോരിയിടാതിരിക്കാൻ ലീഗ് ശ്രമിച്ച നിലപാടിനെയാണ് ഞാൻ പ്രൈസ് ചെയ്തത്. അത് എന്നതിൻ്റെ അർത്ഥം പിന്നെ RSSും സംഘപരിവാരം ചെയ്യുന്ന പ്രവർത്തനങ്ങളോട് കോടതി പോസിറ്റീവായി എന്നുള്ള ഇൻ്റർപ്രിട്ടേഷൻ അല്ല നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാനതിൽ വേണു ചോദിച്ച ചോദ്യത്തിൽ ലീഗിനെ പോലെ ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തിയ നിലപാടിന്റെ സാങ്കത്യമാണ് ഞാൻ പറഞ്ഞത്. ശരിയാണ്, നല്ല വാദഗതിയാണ്. പക്ഷേ നേരിടേണ്ടി വരുന്നത് ഏത് ശക്തിയെയാണ്? നേരിടേണ്ടി വരുന്നത് ഏത് ശക്തിയെയാണ്? അതൊരു പ്രശ്നമാണ് ലിജു. ഞാൻ ഒരു നിമിഷം കൂടി വേണം. നാളെ മുതൽ ഈ കോടതി വിധിയുടെ ഈ ഇടപെടലിനെ എങ്ങനെയായിരിക്കും വ്യാഖ്യാനിക്കാൻ പോകുന്നത് മോദിജി? ഞാനൊന്ന് സംസാരിക്കട്ടെ വേണം. ഞാൻ ഇപ്പം ഈ നരേന്ദ്രമോദി ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, BJP ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എപ്പോഴും നെഗറ്റീവായിട്ടായിരിക്കും, സംശയമൊന്നും തന്നെ ഇല്ലല്ലോ. അവര് ഇന്ന് സുപ്രീം കോടതിയുടെ വിധി തിരിച്ചാണെങ്കിൽ പോലും അവർ രാജ്യത്താകമാനം പ്രചരണം അടിച്ചുവിടും, വർഗീയ വിഭജനത്തിനുള്ള ശ്രമം നടത്തും. അവരാഗ്രഹിക്കുന്ന പോയിന്റിനെയാണ് ലീഗ് ഇന്ന് ബുദ്ധിപരമായി ഡിഫെൻഡ് ചെയ്യുന്നതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അവരാഗ്രഹിക്കുന്നത് എന്താണ്? ഇതായിരിക്കണം രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിഷയം. രാജ്യത്താകമാനം മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ ആശങ്കാകുലരായി തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പുറത്ത് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ഈ ഒരു കാര്യത്തെ ഉപയോഗപ്പെടുത്തണം. ഉത്തരേന്ത്യയിലാകമാനം മതന്യൂനപക്ഷങ്ങളുടെ പ്രതിഷേധ പ്രകടനത്തെ വർഗീയ വിഭജനത്തിലുള്ള അജണ്ടയാക്കി മാറ്റണം. ലീഗ് അതിൻ്റെ പൊളിറ്റിക്സ് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടെടുക്കുന്ന സമചിത്തതയുള്ളൊരു നിലപാട്. ഇവിടെ വേണ്ടത് ഔചിത്യമാണ്, ഇവിടെ വേണ്ടത് സമചിത്തതയാണ്. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം ലിജു. പക്ഷേ മതന്യൂനപക്ഷങ്ങൾ അങ്ങേയറ്റം അരക്ഷിതരായിരിക്കുന്ന അവസ്ഥയിൽ സമചിത്തതയുടെ ഒരു അളവുകോൽ വെച്ചുകൊണ്ട് കാര്യങ്ങളെ കാണുന്നത് ശരിയാണ്, അവരുടെ വിവേകപൂർണമായ പ്രതികരണവുമാണ്. പക്ഷേ രാജ്യം നേരിടുന്ന പ്രതിസന്ധികൾക്ക് അതൊന്നും പരിഹാരമല്ല. ഇതുപോലെ തന്നെ ഒരു അയോധ്യ വിധിയിലൂടെ ഇതുപോലെ തന്നെ ഒരു വിവേകം സുപ്രീം കോടതി ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ മതന്യൂനപക്ഷത്തിന്റെ മേൽ വെക്കുകയുണ്ടായി. അവരത് ശിരസ വഹിക്കുകയുണ്ടായി. എന്നിട്ട് ഇപ്പൊ എന്താ കാണാൻ കഴിയുക? ദൂരദർശൻ രാവിലെ 6:30 നോക്കിയാൽ ലിജു TP അഷ്റഫലിയും ഒക്കെ കാണാൻ നിർബന്ധിതമാകും. അയോധ്യ ക്ഷേത്രത്തിലെ ആരതി അരമണിക്കൂർ അല്ലേ? മറ്റേതെങ്കിലും ഒരു ആരാധനാലയവുമായി ബന്ധപ്പെട്ട അങ്ങനെ ഒരു കാര്യം കാണിക്കുന്നുണ്ടോ ദൂരദർശൻ? അപ്പോൾ ഈ വിവേകം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിന്റെ മാത്രം ബാധ്യതയായി മാറുന്ന അവസ്ഥയാണ് വരുന്നത്. അത് വിധിയിലൂടെയാണെങ്കിലും ആ വിധിയുടെ പിൻബലത്തിൽ ഈ മോദിയുടേതുപോലെ ഒരു സർക്കാരിന്റെ പ്രവർത്തികളിലൂടെ ആയാലും ഞാൻ വരാം ലിജു, ചില കാര്യങ്ങൾ ഞാൻ നമുക്കിടയിൽ തർക്കമായിട്ടൂടെ ഇതിനെ ചുരുക്കണ്ട. ഞാൻ പറയുന്നത് ലിജു, ഇതൊക്കെ ജനങ്ങൾ കേൾക്കട്ടെ. ഇതിനെ പരാജയപ്പെടുത്തുക എന്നല്ലാതെ മറ്റൊരു മാർഗമില്ല വേണു. അതെ, ഒരു സംശയവുമില്ല. വീഴുന്നത് കർണാടകത്തിൽ ശ്രമിച്ചില്ലേ? അല്ലെന്നേ, ലീഗിന്റെ ഇക്കാര്യത്തിനകത്തുള്ള പക്വതയും വിവേകമതിത്വമൊന്നും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ജനങ്ങളുടെ മുന്നിലേക്ക് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ജനവിധി നടക്കുന്ന ഘട്ടത്തിലേക്ക് പോകാൻ പോകുമ്പോൾ ഈ വിഷയത്തിൽ ഇനിയിപ്പോ ആർജവമുള്ള നിലപാട് അനിവാര്യമാണ്. കാരണം ഇത് നടപ്പാക്കാൻ ഇനി ഒരു തടസ്സവുമില്ല എന്ന മട്ടിൽ ജയചന്ദ്രൻ മാസ്റ്റർ സംസാരിച്ചതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. ഈ കോടതി വിധി സൃഷ്ടിച്ചിരിക്കുന്ന യാഥാർത്ഥ്യം, കോടതിയുടെ ഇന്നത്തെ നടപടിക്രമങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന യാഥാർത്ഥ്യം. ഞാൻ അങ്ങേലേക്ക് വരാം.